നമസ്കാരം. വെള്ളിയാഴ്ച യുഎസ് വിപണികളെല്ലാം മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 1.79%, എസ്&പി 500 1.13%, നാസ്ഡാക്ക് 1.38% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട ഇഷ്യൂ ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ്. യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നത് പൊതുവെ ഗ്ലോബൽ മാർക്കറ്റിനെല്ലാം നെഗറ്റീവാണ്. ക്രൂഡ് ഓയിലിന്റെ വിലയാണ് ഇത് പ്രധാനമായും ബാധിക്കുക. ക്രൂഡ് ഓയിലിന്റെ വില ഏകദേശം $75 അടുത്തേ വരുന്നു. സ്വർണവും ഇതുപോലെ കയറുന്നുണ്ട്. ക്രൂഡ് ഓയിലിന്റെ സപ്ലൈ ചെയിനിന് എന്തെങ്കിലും ബ്ലോക്ക് വരികയോ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കാനുള്ള കാരണമാകും. ഇത് ഇന്ത്യയെ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടുന്നതിനും മൊത്തത്തിൽ ഒരു ഗ്രോത്ത് അഫക്റ്റ് ചെയ്യുന്നതിനും ഇത് കാരണമാകും. ഇതാണ് മാർക്കറ്റുകളെല്ലാം ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നത്. യുഎസ് വിപണികളും നല്ല രീതിയിൽ 1% മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. യുദ്ധം തുറന്നു കഴിഞ്ഞാൽ യുഎസ് വിപണിക്കും ഇത് ഭീഷണിയാണ്. ഇപ്പോൾ ഏഷ്യൻ വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതുപോലെ ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. 4 ദിവസമായിട്ട് യുദ്ധം തുടരുക തന്നെയാണ്. യുദ്ധം സെറ്റിൽ ചെയ്യാനുള്ള പല രീതിയിലുള്ള ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട്. കൃത്യമായ ഒരു ഫലം കണ്ടതായിട്ട് അറിയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ചെറിയ ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഈ വോളറ്റാലിറ്റിയിൽ ഇടയിൽ അവർ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ എഫ്ഐസ് വീണ്ടും ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. എഫ്ഐസും പ്രോ ട്രേഡേഴ്സും കോള് വാങ്ങുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോളും പുട്ടും വാങ്ങി ഏതാണ്ട് ന്യൂട്രൽ രീതിയിലാണ് നിൽക്കുന്നത്. ക്ലൈന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കോള് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊസിഷനും ഏകദേശം ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയാണ് ചൈനയിൽ നിന്ന്. മറ്റൊന്ന് റീറ്റെയിൽ സെയിൽസ് ഡേറ്റയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയാണ്. റീറ്റെയിൽ സെയിൽസ് ഡേറ്റ ഇപ്പോൾ വന്നിട്ടുണ്ട്. 6.4ലേക്ക് വർദ്ധിച്ചതായിട്ടാണ്. അത് പോസിറ്റീവ് ഡേറ്റയാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കാണിക്കുന്നത് സ്ലോ ചെയ്യുന്നു. 5.9 ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ 5.8ലാണ് നിൽക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡേറ്റയുണ്ട്. അതുപോലെ യുഎസിൽ 20-year ബോണ്ട് ഓപ്ഷനെ സംബന്ധിച്ചിട്ടുള്ള ഡേറ്റയുണ്ട്. ഇനി ഇന്ത്യൻ വിപണികൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് 170 പോയിന്റ് മൈനസിലാണ്. നിഫ്റ്റിക്ക് രണ്ട് ദിവസമായിട്ട് 420 പോയിന്റും സെൻസെക്സിന് 1400 പോയിന്റുമാണ് യുദ്ധം മൂലമുള്ള അൺസർട്ടനിറ്റിയിൽ നഷ്ടപ്പെട്ടത്. മാർക്കറ്റ് ഇപ്പോൾ ചെറിയൊരു സപ്പോർട്ട് ലെവലുകളിൽ നിൽക്കുന്നതിന്റെ ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. 24,760 മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ വീണ്ടും അത് 26 ലെവലിലേക്ക് പോകാമെന്ന് ടെക്നിക്കലി നമുക്ക് പറയാം. 24,500 താഴെ ക്ലോസ് ചെയ്താൽ 24,200 ലെവലിലേക്ക് വരും. അതാണ് ടെക്നിക്കലി നമുക്ക് പറയാവുന്നത്. അപ്പോൾ ചെറിയ ക്യാപിറ്റലുള്ളവർ കഴിവതും മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാത്രം നിൽക്കുക. ക്രൂഡ് ഓയിലിന് വില കയറുന്നത് ഗ്ലോബൽ മാർക്കറ്റിന് പൊതുവെ ഒരു നെഗറ്റീവായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.